ഹലോ. അങ്ങനെ ഒരു ജാതി ജാതകം കണ്ടിരിക്കുകയാണ് വിനീത് ശ്രീനിവാസന്റെ ഏറ്റവും പുതിയ ചിത്രം. കഥ പറയുമ്പോൾ മാണിക്കക്കല്ല്, അരവിന്ദന്റെ അതിഥികൾ ഇതുപോലത്തെ അടിപൊളി ചിത്രങ്ങൾ എടുത്ത ഡയറക്ടറാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പടങ്ങളൊക്കെ എടുത്ത ഒരാളാണ് ഈ പടം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ഇത്തിരി പാടാം. ഫുൾ എന്റർടൈൻമെന്റ് ആണ് പടം. ഫുൾ എന്റർടൈൻമെന്റ് വൈവാണ്, ചീരി വൈവാണ്. മറ്റേ പടങ്ങളൊക്കെ ഫീൽ ഗുഡ് മൂവീസ് ആണ്. അപ്പൊ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു പടം തന്നെയാണ് ഇത്. ഈ പടത്തിന്റെ പേര് പോലെ തന്നെ ഒരു ജാതി പടം, ഒരു രക്ഷയില്ല. ത്രൂ ഔട്ട് പടം തുടങ്ങി സ്റ്റാർട്ടിങ് സീൻ തൊട്ട് എൻഡിങ് വരെ ത്രൂ ഔട്ട് ചിരിച്ച് മറിഞ്ഞ് ചിരിച്ചെന്ന് പറഞ്ഞാൽ വെറുതെ പൊട്ടിച്ചിരിച്ച് നമ്മളെ വയറുവേദന എടുക്കുന്ന ടൈപ്പിലെ ചിരി വരുന്ന കോമഡീസ് ഒക്കെ അടിപൊളിയായിട്ട് നമ്മൾ പടം കാണാൻ പോകേണ്ട ഒരു ഫ്രഷ് മൈൻഡായിട്ട്, ഒരു ഒന്നും ആലോചിക്കാതെ ഒന്നും പ്രതീക്ഷിക്കാതെ നല്ലൊരു ഫ്രഷ് ആയിട്ട് പോയിരുന്നു ഒരു പീസ്ഫുൾ മൈൻഡ് ചെയ്ത് അങ്ങോട്ട് കാണുവാണെങ്കിൽ ഉണ്ടല്ലോ ചിരിച്ച് പടത്തിന്റെ ഓരോ സീനിലും ഒരു കോമഡിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് പക്കയായിട്ട് നമുക്ക് വർക്കൗട്ട് ആവുന്നുള്ളത്. ചിരിച്ച് നമ്മൾ ഒരു രണ്ടു മൂന്ന് ഫ്രണ്ട്സ് ആയിട്ടൊക്കെയാണ് പോകുന്നത്, ചിരിച്ച് മറിഞ്ഞ് ഫുള്ള് ചിരിക്കാനാണ്. ഇത് മറ്റേ സാധാ പടങ്ങൾ പോലെ ഒരു സമയം കഴിയുമ്പോഴത്തെ എമോഷണൽ ആക്കുക അങ്ങനെയൊന്നുമല്ല, ത്രൂ ഔട്ട് കോമഡീസ് ആണ്. പക്ഷെ നമ്മൾ ഒ ടി ടിയിലാണ് കാണാതിരിക്കുന്നതെങ്കിൽ അത് ചിലപ്പോൾ വർക്കൗട്ട് ആവണമെന്നില്ല, നമുക്ക് ബോറടിക്കാം, ചിലപ്പോൾ വളുപ്പായിട്ട് ഫീൽ ചെയ്യാം, അങ്ങനെയൊക്കെ തോന്നാം. പക്ഷെ ഇത് തിയേറ്ററിൽ കണ്ടാൽ മാത്രമേ ഇത്രയും നന്നായിട്ട് അത് എൻജോയ് ചെയ്ത് ചിരിച്ച് കാണാൻ പറ്റത്തുള്ളൂ. ഫാമിലീസ് ആയിട്ട് എല്ലാവർക്കും പോയി ചിരിച്ച് മറിഞ്ഞിരുന്ന് കാണാം. ഒരുപാട് നാളായി മലയാളത്തിൽ നിന്ന് ഒരു മുഴുനീള ഒരു കോമഡി ചിത്രം ഇറങ്ങിയിട്ട്. അപ്പൊ അതിനൊക്കെ ഒരു മറുപടിയാണ് ഈ പടം. ഈ ഇടയ്ക്കായിട്ട് നമ്മുടെ സലീം കുമാറും ഒരു വേദിയിൽ പറയുണ്ടായി, മലയാളത്തിൽ നിന്ന് ഇപ്പോൾ ഒരു മുഴുനീള കോമഡി പടം വന്നിട്ട് ഒരുപാട് നാളായി. അപ്പൊ അതിനൊരു മറുപടി ആയിരിക്കും ഈ ചിത്രം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എനിക്ക് പേഴ്സണലി ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ത്രൂ ഔട്ട് കോമഡി, എനിക്ക് ഈ കോമഡി പടങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇതൊന്നും പ്രതീക്ഷിക്കാതെ ഒരു കൂൾ മൈൻഡിൽ ഫ്രഷ് ആയിട്ടിരുന്നു കണ്ടു. അതുകൊണ്ട് എനിക്ക് എല്ലാ കോമഡീസും നന്നായിട്ട് വർക്കൗട്ടായി. സെക്കൻഡ് ഹാഫിലൊക്കെ ഒരു ഐറ്റംസ് ഉണ്ട് കിടിലമുള്ള, അത് കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച് ഭയങ്കരമായിട്ട് ചിരി വന്ന സാധനം അതാണ്. പിന്നെ ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഹാഫിൽ ഇച്ചിരി കോമഡീസ് കുറവാണ്, എന്നാലും ഉള്ള ഐറ്റംസ് ഭയങ്കര സാധനമാണ്. കോമഡീസ് ഉണ്ട് പക്ഷെ ഭയങ്കരമായിട്ട് ചിരിപ്പിക്കുന്നത് വരുന്നത് കുറച്ച് ഐറ്റംസ് ഉള്ളൂ. തീരെ കുറവല്ല, എന്നാലും ഉണ്ട്. അത് എല്ലാം അടിപൊളിയായിട്ട് കിട്ടില്ല പെട്ട ഐറ്റം കോമഡീസ് ആണ്. ഇപ്പൊ 30 വയസ്സ് കഴിഞ്ഞ ഒരു യുവാവ് വിവാഹം ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നതിനെ പറ്റിയാണ് ഈ പടം കഥ പറയുന്നത്. മാരേജ് നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന എല്ലാ മാട്രിമോണി സൈറ്റുകളിലും ലോക്കൽ ബ്രോക്കർ എല്ലാവരും വഴിയും പെണ്ണാലോചിച്ചുകൊണ്ട് ഒന്നും സെറ്റ് ആവാതെ ഇങ്ങനെ കല്യാണം നടക്കാതിരിക്കുന്ന ഒരു വ്യക്തിയുടെ, ഒരു യുവാവിന്റെ ഒരു ജീവിതമാണ് ഈ പടം കഥ പറയുന്നത്. ആ റോള് കിടിലായിട്ട് വിനീത് ശ്രീനിവാസൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും എല്ലാവർക്കും സ്കോർ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. ചെറിയൊരു സീനിൽ വന്നു പോകുന്നവരായാൽ പോലും ഒരു ക്യാരക്ടർ വന്നു പോകുന്നില്ല, അവർ വരെ എല്ലാവരും ചിരി എന്നിട്ടാണ് പോകുന്നത്, എല്ലാവരും ചിരിപ്പിക്കും നമ്മളെ. അതുപോലെ എല്ലാവർക്കും നന്നായിട്ട് സ്കോർ ചെയ്യാനും ചിരിപ്പിക്കാനും എല്ലാം സ്പേസ് ഉള്ള ക്യാരക്ടേഴ്സ് തന്നെയായിരുന്നു പടത്തിൽ മൊത്തം ഉണ്ടായിരുന്നത്. എല്ലാവരും നന്നായിട്ട് സ്കോറും ചെയ്തിട്ടുണ്ട്, അടിപൊളിയായി എല്ലാം നല്ല. ഈ പടത്തിന്റെ മെയിനായിട്ട് ഇതിന്റെ തലശ്ശേരി സ്ലാങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, കണ്ണൂർ തലശ്ശേരി. ആ സ്ലാങ് ഈ പടത്തിന് ഭയങ്കര യൂസ് ആയിട്ടുണ്ട്. ആ സ്ലാങ് കൊണ്ട് ഒരുപാട് കോമഡീസ് നന്നായിട്ട്, ആ ഡയലോഗ്സ് ഒക്കെ പറയുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. ഒരു ജാതി ജാതകം, ഒരു ജാതി പടം. ഫാമിലീസുമായിട്ട് എല്ലാവരും പോയിരുന്നു, കാണാത്തവരൊക്കെ എല്ലാവരും പോയി കണ്ടുപോയിക്കോ. എന്റർടൈൻമെന്റ് ഇഷ്ടപ്പെടുന്ന, കോമഡി പടംസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പോയിരുന്നു കണ്ട് ചിരിച്ച് മറിയാവുന്ന ഒരു കിടിലം പടം. തിയേറ്ററിൽ തന്നെ കാണണം, ഇത് ഒ ടി ടി കണ്ട അത്രയും ഒരു എഫക്റ്റ് കിട്ടണമെന്നില്ല. അപ്പം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, കണ്ടവരും അഭിപ്രായം അറിയിക്കുക.